ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ജിപാറ്റ് എക്സാമിനെ പറ്റിയിട്ട് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എജ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് കൂടുതൽ പേർക്കും ജിപാറ്റിനെ പറ്റി അറിയാം, എന്നാലും വളരെ കുറച്ച് പ്രൊപ്പോർഷൻ ഓഫ് ആൾക്കാർക്ക് എന്താണ് ഈ ജിപാറ്റിനെ പറ്റി ഒരു പ്രോപ്പർ ഐഡിയ ഇല്ല. അതായത് ബിഫാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു റീറ്റെയിൽ ഫാർമസിയിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലായിട്ട് അവരുടെ ഒരു പ്രൊഫഷൻ ഇപ്പൊ എന്താണ് ചുരുങ്ങി പോവാണ്. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് എന്താണ് ചിലപ്പോ ഈ ബിഫാം കഴിഞ്ഞ് ഫർദർ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു കൂടുതൽ പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയും ഒരു ചെറിയ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ ജിപാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഗ്രാജുവേറ്റ് ഫോർ ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് നമ്മുടെ ബിഫാം കഴിഞ്ഞ് അല്ലെങ്കിൽ ബിഫാം ഫൈനൽ ഇയർ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ബിഫാം തേർഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അതുപോലെ ഇപ്പൊ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ആയെങ്കിലും ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. പക്ഷെ ആ ഒരു ടച്ച് ഉണ്ടായിരിക്കണം, ആ സബ്ജക്ട്സിനോട് നമുക്ക് എന്തായിരിക്കണം, ഒരു ടച്ച് ഉണ്ടായിരിക്കണം. നല്ലൊരു ഗ്യാപ്പ് വന്നാലും പിന്നെയും കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. സോ നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ിലേക്ക് പോവാം. അതായത് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ്, NBEMS. കുറെ വർഷം മുന്നേ ആണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവരല്ല. ആദ്യം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ AICTE. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ ഏതാണ്? 2010 മുതൽ എന്തുണ്ട് ഈ ഒരു എക്സാം ഉണ്ട്. സോ 2010 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആദ്യം കണ്ടക്ട് ചെയ്ത ആരാണ്? ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, AICTE ആണ്. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത ബോഡി ഏതാണ്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA. നമുക്കറിയാം നമ്മുടെ നീറ്റ് പോലുള്ള മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പക്ഷേ റീസെന്റ് ദ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ സൈൻഡ് ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് NBEMS വിച്ച് നൗ മാനേജസ് ദ എക്സാം. സോ ഇപ്പോ ഈ ജിപാറ്റ് എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? NBEMS എന്ന് പറഞ്ഞിട്ടുള്ള അതോറിറ്റി ആണ്. അതായത് നീറ്റ്, PG അതുപോലെ നമ്മുടെ മെഡിക്കൽ എൻട്രൻസ്, ഡെന്റൽ എൻട്രൻസ്, ഒരു ഓൾമോസ്റ്റ് മിക്ക മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസും ഓതറൈസ് ചെയ്യുന്ന ഒരു ബോഡിയാണ് NBEMS. സോ അവരാണ് എന്താണ് റീസെന്റ് ഇത് ജിപാറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഈ NBEMS ആണ്. സോ എനിക്ക് തോന്നുന്നു മിക്കവരും എന്താണ് ചിലപ്പോ ബിഫാം കഴിഞ്ഞ അതിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലര് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ ചിലര് റീറ്റെയിൽ ഫാർമസി, ചിലര് ഹോസ്പിറ്റൽ ഫാർമസി. സോ അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ഓരോരോ ഫീൽഡിലേക്കാണ് പോകുന്നത്. കുറച്ചും കൂടി ഈ ഒരു ഫീൽഡില് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം ആണ് ജിപാറ്റ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന കൂടെ ജിപാറ്റിനും കൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൺസ് ബിഫാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, MFAMിലേക്കും അതുപോലെ PhDയിലേക്കും ഒക്കെ പോവാനായിട്ടുള്ള നല്ല നല്ല ചാൻസസ് ഉണ്ട്. സോ വിത്ത് സ്കോളർഷിപ്പ് ആണ്. നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി ഗവൺമെന്റ് കോളേജസിൽ പഠിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അറിവ് കിട്ടാനും ഈ ഒരു ഫീൽഡിൽ എക്സൽ ചെയ്യാനും പറ്റും. സോ മാക്സിമം എന്താണ് ബിഫാം ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഒരു എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? MFAMന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. MFAM കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ PhDക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം? അപ്പൊ ഇതിന്റെ ഒരു അതായത് ഈ ഒരു എക്സാമിനെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു സത്യാവസ്ഥ. അതായത് ഇപ്പൊ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും കുറച്ച് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് ശരിക്കുള്ള സത്യാവസ്ഥ. സോ ബിഫാം കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും തേർഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഫൈനൽ ഇയർ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. തേർഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ട്രയൽ പോലെയാണ്. അത് എങ്ങനെ ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടും നമുക്ക്. അപ്പൊ തേർഡ് ഇയർ നമ്മൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏതൊക്കെയാണ് കോർ സബ്ജക്ട്സ്, ഏതൊക്കെയാണ് അതിന്റെ കംപ്ലീറ്റ് സിലബസ് എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് വളരെ വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫൈനൽ ഇയർ
ഇയറിൽ നമ്മൾ ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഫൈനൽ ഇയറിലേക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തേർഡ് ഇയറിലും ഒന്നും കൂടി എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അതാണ് പറഞ്ഞത്. ഫൈനൽ ഇയർ ബി.ഫാം സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ അപ്ലൈ. അതുപോലെ തേർഡ് ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. ഓൺലി ഇന്ത്യൻ സിറ്റിസൺസ് ക്യാൻ അപ്ലൈ. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. സോ അതൊരു നല്ല കാര്യമാണ് അല്ലെ. ഏത് ഏജിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാം, എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അതുപോലെ പിന്നെ ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആപ്ലിക്കേഷൻ പ്രോസസ്. എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷൻ പ്രോസസ് അടുക്കാറായിട്ടുണ്ട്. ജൂൺ ഏകദേശം ഒരു ടെന്റേറ്റീവ് ഡേറ്റ് വന്നേക്കുന്നത് ജൂണിലായിരിക്കും. ഒരു മാർച്ച് തൊട്ട് ഏപ്രിൽ വരെ ആയിരിക്കും അതിന്റെ രജിസ്ട്രേഷൻ ടൈം. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുന്നത്, വിസിറ്റ് ദ NBMS ഒഫീഷ്യൽ വെബ്സൈറ്റ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ കയറിയിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. ഫിൽ ഔട്ട് ദി ആപ്ലിക്കേഷൻ ഫോം വിത്ത് യുവർ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ്. അപ്പൊ അവര് നമ്മളിപ്പോ ഫൈനൽ ഇയറിലാണോ അല്ലെങ്കിൽ തേർഡ് ഇയറിലാണോ, കംപ്ലീറ്റ് അക്കാഡമിക് ഡീറ്റെയിൽസും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഫീ പേയ്മെന്റ്. ജനറൽ OBC EWS കാറ്റഗറിക്ക് 3,500 ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആൻഡ് ഫോർ SC ST PWD കാറ്റഗറി 2,500. 3,500 2,500 ആണ് എക്സാം ഫീ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ എക്സാം അടുക്കാറാകുമ്പോഴത്തേക്ക് എന്ത് വരും, നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ നോർമൽ ഒരു എൻട്രൻസ് എക്സാം പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഒരു എക്സാമിനേഷൻ പാറ്റേൺ എന്താണ്, 3 hour കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ഓൺലൈൻ എക്സാം ആണ്. 125 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുകയാണെങ്കിൽ 4 മാർക്സും, ഒരെണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്തതിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ഡിഡക്ട് ആവുകയും ചെയ്യും. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിനൊന്നും മാർക്ക് പോകത്തില്ല. ടോട്ടൽ 500 മാർക്സ് ആണ് വരിക. അപ്പൊ ഇതിനകത്ത് കോർ സബ്ജക്ട്സ് ആയിട്ട് 5 സബ്ജക്ട്സ് വരുന്നുണ്ട്. അതായത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമക്കോഗ്നസി. അപ്പൊ ഇത് 4 സബ്ജക്ട്സ് ആണ് മെയിൻ സബ്ജക്ട്സ്. സോ ഈ ഒരു മെയിൻ സബ്ജക്ട്സിൽ നിന്നായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, എക്സാമിന് വരിക. ഈ 4 സബ്ജക്ട്സിൽ തന്നെ കൂടുതലും വരാൻ ചാൻസ് ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, അതിനുശേഷം ഫാർമക്കോളജി ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫാർമക്കോഗ്നസി. പിന്നെ നമ്മൾ B.ഫാമിന് പഠിക്കുന്ന കംപ്ലീറ്റ് സിലബസ്, അതായത് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഒറ്റ എക്സാമിന് വേണ്ടി മാത്രമല്ല നമ്മൾ ശരിക്കും പഠിക്കുക. ആക്ച്വലി ദിസ് ഇസ് വെരി ബെനിഫിഷ്യൽ ഫോർ ഓൾ അതർ ടൈപ്പ് ഓഫ് എക്സാംസ്. ഇപ്പൊ നമ്മളൊരു ഈ ഒരു കംപ്ലീറ്റ് സിലബസ് വെച്ചിട്ട് വരാൻ ചാൻസ് ഉള്ള വേറെ കുറെ എക്സാംസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ PSC കേരള PSC നമ്മുടെ ഡ്രഗ് അനലിസ്റ്റ് എക്സാം കഴിഞ്ഞല്ലേ, അപ്പോ അതും കംപ്ലീറ്റ് B.ഫാം സിലബസ് ആയിരുന്നു. സോ ഈ ഒരു എക്സാമിന് നമ്മൾ ഇത്തവണ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എക്സാംസിനൊക്കെ എന്താണ്, വളരെ ബെനിഫിഷ്യൽ ആണ്. കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇതിന് കുറെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലും നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ PSC എക്സാംസിനും ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മാത്രം മതിയാവും. സോ ഈ ഒരു എക്സാം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം അല്ല നമ്മൾ പ്രിപ്പയർ ആവുന്നത് എന്നുള്ളത് മൈൻഡിൽ ഓർക്കുക. കാരണം വേറെ ഏതൊക്കെ എക്സാം വരുന്നുണ്ടോ നമുക്ക് അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഹോൾ സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. സോ 3 hour എക്സാം ആണ്. 125 MCQs. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുകയാണെങ്കിൽ 4 മാർക്സ്. അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഒരെണ്ണം തെറ്റിപ്പോയാൽ 1 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ദെൻ 5 കീ സബ്ജക്ട്സ്. ദെൻ ഇതൊക്കെയാണ് അതിന്റെ മെയിൻ കാര്യങ്ങൾ. സോ ഈ GPAT-ന്റെ ഒരു ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ ഒരു കാര്യം ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യവും നിങ്ങൾക്കൊരു ബാരിയർ ആവത്തില്ല. കാരണം ഇപ്പം ഫീസിന്റെ ഒരു ഇഷ്യൂ ഉള്ള എന്തെങ്കിലും ഒക്കെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്യുകയാണെങ്കിൽ വിത്ത് സ്റ്റൈപ്പൻഡ് ആണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. സോ നമുക്ക് സ്കോളർഷിപ്സ് ഉണ്ട്. അതുകൊണ്ട് അവിടെ അതൊരു ബാധ്യത, ഇക്കണോമിക്കൽ ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരുന്നില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ പഠിക്കാം. നമുക്ക് ഈ ഒരു ഏജിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, എക്സാംസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. നല്ല ഒരു ഫ്യൂച്ചർ നിങ്ങൾ തന്നെ ബിൽഡപ്പ് ആവുക. ഒരു ചെറിയൊരു റീറ്റെയിൽ ഫാർമസിയിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലോ ഒതുങ്ങി പോകാനുള്ള ഒരു പ്രൊഫഷൻ അല്ല. സോ മാക്സിമം എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും GPAT അറ്റൻഡ് ചെയ്യുക. നമ്മുടെ PG അഡ്മിഷനും അതുപോലെ PG കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ PhD അഡ്മിഷൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. ദ നെക്സ്റ്റ് വൺ
പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി, നമുക്കൊരു ഷെഡ്യൂൾ ചെയ്യണം അല്ലെ, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആദ്യം ചെയ്യണം, നമ്മൾ ഈ ഒരു GPAT-ന്റെ ഒരു സിലബസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഒരു ഐഡിയ, ഏതൊക്കെയാണ് അതിന്റെ കോർ സബ്ജക്ട്സ്, ഏതൊക്കെയാണ് അതിന്റെ മൈനർ സബ്ജക്ട്സ്, ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, ഏതിനാണ് കുറച്ച് ലീസ്റ്റ് വെയിറ്റേജ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊന്നും ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല അല്ലെ. കൂടുതലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുപോലെയുള്ള ഗൈഡൻസ് തരുന്ന മെന്റേഴ്സും ചാനൽസ് ഒക്കെ വളരെ കുറവാണ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ സിലബസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് അതിന്റെ മേജർ സിലബസ്, ഏതൊക്കെയാണ് അതിന്റെ മൈനർ സിലബസ്, അതുപോലെ ആ ഒരു എക്സാം പാറ്റേൺ. ഞാൻ ഓൾറെഡി പറഞ്ഞു 125 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 500 ആണ് ടോട്ടൽ മാർക്സ്. 1 മാർക്സ് ആണ് ശരിയാണെങ്കിൽ, തെറ്റിപ്പോയാൽ 1 മാർക്ക് നെഗറ്റീവ് ആവും. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല. പിന്നെ അടുത്തത് ക്രിയേറ്റ് എ ഡെയിലി ഷെഡ്യൂൾ. നമ്മളൊരു വീക്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ഓരോ ഡേയ്സിലും പഠിക്കണം എന്നുള്ള ഒരു ഡെയിലി ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ് ഓഫ് കോർ സബ്ജക്ട്സ്. ഓൾറെഡി പറഞ്ഞു, ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമകോഗ്നസി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സബ്ജക്ട്സ്. ഓരോ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ എഡ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിട്ടുപോകരുത്. GPAT-ന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്യുക. അതുപോലെ എക്സാം വരുന്നത് മിക്കവാറും ജൂണിലായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ഫ്യൂച്ചർ. താങ്ക് യു.